ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 6 ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ആഡ് ചെയ്തേക്കുന്നത്. ഇന്ന് മെഡിക്കലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, കാരണം എൻ്റെ അടുത്ത് കുറേ പേര് വിളിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു, ചേച്ചി മെഡിക്കൽ പിന്നെ ആവാൻ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻ ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ ഈ പാർട്ട് 6 എപ്പിസോഡിൽ തയ്യാറാക്കിയേക്കുന്നത്. നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അതായത് ഇസ്രയേലിലെ കോമൺ ഫുഡ്, സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ വീടിനകത്ത് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ നമ്മൾ ബാത്റൂമിൽ കയറി ബാത്റൂമിന് ലോക്ക് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ബെഡ് റിഡൻ പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ വാതിൽ തുറന്ന് പുറത്ത് പോകാം, അതുപോലെ നമ്മുടെ ഇവിടുത്തെ നമ്പറുകൾ, എമർജൻസി നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞാനതിനെ ചേഞ്ച് ചെയ്ത് മാറ്റി കൂടുതൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വേണം. അപ്പോൾ ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ നല്ലതാണെങ്കിലും നിങ്ങൾ എന്നോട് പറയണം, എങ്കിലേ എനിക്ക് അതിനൊരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോമൺ ഫുഡ് ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പാസ്തയാണ്. അതുപോലെ തന്നെ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പും ഉണ്ട്, ചിക്കൻ സൂപ്പും അവർ ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നൂഡിൽസ്. നമ്മൾ നൂഡിൽസ് എന്ന് പറയുന്നത് ഇവർ മക്രോണി എന്നാണ് പറയുന്നത്. അതുപോലെ ചീസ് വളരെ കോമൺ ആണ്, എപ്പോഴും അവർ കഴിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ മീറ്റ്. ഇതൊക്കെയാണ് ഇസ്രയേലിലെ കോമൺ ഫുഡ്. എങ്ങനെയാണ് ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനത് ഒരു വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഇത് മത്തങ്ങ, സവോള, ക്യാരറ്റ്, വെളുത്തുള്ളി, പൊട്ടറ്റോ, പിന്നെ ഇതൊരു മധുരച്ചിരി കണക്ക് പോലത്തെ ഒരു സംഭവമാണ്. ഇതിനെല്ലാം കൂടെ പൊളിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്ത് വെള്ളത്തിലിട്ട് വേവിച്ച് എടുക്കുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് മണിക്കൂറുകൾ കഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം അവർക്ക് ചൂടാക്കി കൊടുക്കാം. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ എന്നും ഫുഡ് ഉണ്ടാക്കുവോ, എന്നും എപ്പോഴും രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഈസിയാണ്. നമ്മളെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ സിമ്പിളാണ്. എനിക്കത് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കൊരു പാടുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് ഇസ്രയേലിനെ കുറിച്ച് അറിയാവുന്നത്? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പറയേണ്ടത് ഇസ്രയേൽ സ്ഥിതി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അതുപോലെ ഇസ്രയേലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമാണ്. പിന്നെ ഇസ്രയേലിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു ആണ്. ഇസ്രയേലിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഷെക്കലാണ്, ന്യൂ ഇസ്രയേലി ഷെക്കൽ, അതായത് NIS. അതുപോലെ ഇസ്രയേൽ 4 അതിർത്തി രാജ്യങ്ങൾ പങ്കിടുന്നു: ഈജിപ്ത്, ജോർദാൻ, ലെബനോൺ, സിറിയ. അതുപോലെ തന്നെ സൈറൻ എന്താണ്, സൈറൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു സൈറൻ അടിച്ചു കഴിയുമ്പോൾ തന്നെ എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ തന്നെ നമ്മുടെ എംപ്ലോയറെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നമ്മൾ ബോംബ് ഷെൽട്ടറിൽ പോയിട്ട് ഇരിക്കണം. നമ്മളോട് ചിലപ്പം ചോദിക്കും, നിങ്ങൾക്ക് വിസ കിട്ടിയില്ല നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ നല്ലൊരു ജോലി കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ.
എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ഏജൻസി ഏതാണോ ആ ഏജൻസിയെ നമ്മൾ വിളിച്ചറിയിക്കുക. അതിനുശേഷം നമുക്ക് പകരം നല്ലൊരു കെയർ ടേക്കറെ നമ്മുടെ എംപ്ലോയറിനെ ഏൽപ്പിക്കുക. അതിനുശേഷം നമ്മുടെ നാട്ടിലേക്ക് പോവുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വെള്ളി ശനിയും അവധി ആയതുകൊണ്ട് മക്കളും ഇവിടെ അവരെ കാണാൻ വരുന്നത് കൊണ്ട് നമുക്കന്ന് ജോലി കിട്ടുമല്ലോ എന്നറിയത്തില്ല. അത് നമ്മുടെ കയ്യിലല്ല, അവർ മക്കളാണ് തീരുമാനിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അന്നത്തെ ദിവസം അവർ ടി വിയും കാണത്തില്ല, ഫുള്ള് പ്രാർത്ഥനയിലായിരിക്കും കഴിയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പറയണം, നമ്മൾ ഡോറ് തുറന്നിടാനേ പാടില്ല. അതുപോലെ തന്നെ എങ്ങാനും ഈ സ്ട്രേഞ്ചർ അകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എംപ്ലോയറെ സുരക്ഷിതമായിട്ട് ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് റൂം ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അതിശക്തമായിട്ട് കരയുക. അപ്പോൾ തൊട്ടടുത്തുള്ളവർ ഓടി വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ബെഡ് റിഡൻ പേഷ്യൻ്റാണ്, പക്ഷേ നമ്മൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ബാത്റൂം ക്ലോസ് ആയിപ്പോയി, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടായിരിക്കണം. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഒന്നെങ്കിൽ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുക. അപ്പോൾ ഉടനെ തന്നെ അവർ വന്ന് എന്താണെങ്കിൽ വാതിൽ നമുക്ക് തുറന്നു തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെയുള്ള എംപ്ലോയീസ് ഒട്ടുമിക്കവരും ഫുഡ് കഴിക്കാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അവർക്ക് സ്നേഹം കൊടുക്കണം, സ്നേഹത്തോടെ അവരോട് പറയണം. എന്നിട്ടും കേട്ടില്ല എങ്കിൽ നമ്മൾ റിലേറ്റീവ്സിനെ അറിയിക്കണം. അത് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ്. നമുക്കറിയാലേ, അൽഷിമേഴ്സ് പേഷ്യൻറ്റിന് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം അവരെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കണം. എന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ്സിനെ അറിയിക്കണം. റിലേറ്റീവ്സിനെ അറിയിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പോലീസിനെ അറിയിക്കണം. പോലീസിൽ വിളിച്ച് നമ്മൾ അവരുടെ പേര് പറയണം, കണ്ടീഷൻ പറയണം, ലൊക്കേഷൻ പറയണം. അപ്പോൾ നമുക്ക് പോലീസ് അവരെ കണ്ടെത്തി തരും. എംപ്ലോയർ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് കാണിക്കണം. എംപ്ലോയറുമായിട്ട് നമ്മൾ പാർക്കിലോ ഗാർഡനിലോ പോകുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഡയപ്പർ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അവിടെ എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എംപ്ലോയറിനെ വീട്ടിൽ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു അക്രമ വാസനയുള്ള ഒരു പേഷ്യൻ്റാണ് നിങ്ങളുടെ എംപ്ലോയർ എങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ച് നിങ്ങളെ കുത്താൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ അവരുടെ മൈൻഡ് മാറ്റാനായിട്ട് നോക്കണം. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും TV വെച്ച് കാണിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണെന്നൊന്നും നിങ്ങൾക്കറിയാവുന്ന അതിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ അറ്റൻഷൻ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു സേഫ് റൂമിൽ പോവുക. അത് കഴിഞ്ഞ് റിലേറ്റീവ്സിനെ അറിയിക്കുക. അവരെ അറിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യുക. എംപ്ലോയർ കുളിക്കാനായിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല എങ്കിൽ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും അവർ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എങ്കിൽ അവർ കിടക്കുന്ന ബെഡിൽ തന്നെ കിടത്തിക്കൊണ്ട് അവരെ ജസ്റ്റ് ടവലൊക്കെ ഉപയോഗിച്ചൊന്ന് വെള്ളം ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുക. ഇവിടെ ഒട്ടുമിക്ക എംപ്ലോയീസും മെഡിസിൻ കഴിക്കാൻ വളരെ പാടാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ മെഡിസിൻ ഏതൊക്കെയാണോ അത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഒന്നെങ്കിൽ വെള്ളത്തിൽ കൊടുക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം, അതല്ലെങ്കിൽ സൂപ്പിലോ ചിലവർ ചോറിനകത്തോ അല്ലെങ്കിൽ ബ്രെഡിലോ അങ്ങനെ അവരെന്താണോ കഴിക്കുന്നത് ആ ഫുഡിൽ അവരറിയാതെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. ചില മരുന്നുകൾ കൃത്യം കഴിക്കേണ്ടതുണ്ട്. അത് കഴിച്ചില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിക്കണം എന്താ ഇനി ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, തൊട്ടടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും മൊബൈൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് വിളിച്ചതിന് ശേഷം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ എംപ്ലോയറുടെ പേര് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുക.